നമ്മൾ 20 രൂപക്ക് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തങ്ങാണ്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം, ഒരു 4 മിനിറ്റ്. അങ്ങനെ ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ 2 അല്ലി ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ആവി കയറ്റിയെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോർക്ക് വെച്ചങ്ങാണ്ട് ഇങ്ങനെ പതിയെ എല്ലാത്തിനും ഓട്ടിട്ട് കൊടുക്കണം. അങ്ങനെ ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ ഒരടികട്ടിൽ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെല്ലിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി കുറുക്കി വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും കൂടി ഒന്ന് വറ്റിങ്ങാണ്ട് വരണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 ഏലക്കൻ്റെ കുരു ഇട്ട് കൊടുക്കാം. കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും വെച്ചാൽ ചിലപ്പോൾ ശർക്കര കരിഞ്ഞു പോകും. ഈ സമയത്ത് കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തങ്ങാണ്ട് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ നമ്മളുടെ തേനൂറും നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്.